ഹലോ ഡിയേഴ്സ്, ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് 5th സ്റ്റാൻഡേർഡ് 5ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രത്തിലെ 4ാമത്തെ ചാപ്റ്ററാണ് എടുക്കുന്നത് കേട്ടോ. അതിൽ എന്താണ് 4ാമത്തെ ചാപ്റ്ററിൽ പറയുന്നത് എന്താണ്? വസ്ത്രത്തിൻ്റെ നാൾ വഴികൾ എന്നാണ് അല്ലേ. വസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഇടുന്ന ഡ്രസ്സ് അല്ലേ. ഇതെന്താണ്? പണ്ടുള്ള കാലം മുതൽ ഇപ്പം വരെയുള്ള ഇതിനെ കുറിച്ചിട്ടുള്ളത് ഒരു എന്താണ് ചാപ്റ്റർ ആയിരിക്കും. ഓക്കെ, നമുക്ക് നോക്കാം. വസ്ത്രത്തിൻ്റെ നാൾ വഴികൾ അല്ലേ. ഇവിടെ നോക്കിയേ കൊച്ച്, ചെറിയ വാവ അല്ലേ. പിന്നെ അതുപോലെ എന്താ ഉള്ളത്? തത്തമ്മ ഉണ്ട് അല്ലേ. പിന്നെയോ ഒരാടുണ്ട്, ആമ ഉണ്ട് അല്ലേ. അപ്പോൾ ഈ ചിത്രങ്ങളൊക്കെ നിരീക്ഷിച്ച് ഞങ്ങൾ ഈ ജീവജാലങ്ങൾ കടുത്ത ചൂട്, അസഹനീയമായ തണുപ്പ് തുടങ്ങിയ സാഹചര്യങ്ങളെ എങ്ങനെയാണ് അതിജീവിക്കുന്നത്? എങ്ങനെയാണ് ഈ ജീവജാലങ്ങൾ കടുത്ത ചൂട്, അസഹനീയമായ തണുപ്പ് എന്നിവ സാഹചര്യങ്ങളെ എങ്ങനെ അതിജീവിക്കുന്നത്? തത്ത അതിൻ്റെ എന്താണ് തൂവലുകൾ അല്ലേ. അതുപോലെ ആട് അതിൻ്റെ രോമം, ഈ എന്താണ് ആമയോ അതിൻ്റെ പുറന്തോട് അല്ലേ. മനുഷ്യന്മാരുടെ ഡ്രസ്സിൽ അല്ലേ. അപ്പോൾ ആടിൻ്റെ രോമാവരണവും തത്തയുടെ തൂവലുകളും ആമയുടെ പുറന്തോടും പ്രതികൂല കാലാവസ്ഥയിൽ ഒരു വസ്ത്രം പോലെ സംരക്ഷണം ഒരുക്കുന്നുണ്ട്. എന്നാൽ മനുഷ്യർ ഇത്തരം സാഹചര്യങ്ങളെ എങ്ങനെയാണ് നേരിട്ടതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? മനുഷ്യർക്ക് ആവശ്യമായ വസ്ത്രങ്ങൾ പ്രകൃതിയിൽ നിന്നുള്ള വിഭവങ്ങൾ കൊണ്ട് തന്നെ രൂപപ്പെടുത്തേണ്ടി വന്നു അല്ലെ. മനുഷ്യർക്ക് അങ്ങനത്തെ പുറന്തോടോ തൂവലോ പിന്നെ രോമാവരണോ ഒന്നുമില്ല അല്ലെ. അപ്പൊ മനുഷ്യർക്ക് എന്താണ് ആവശ്യമായ വസ്ത്രങ്ങൾ? എന്താ? പ്രകൃതിയിൽ നിന്നുള്ള വിഭവങ്ങൾ കൊണ്ട് തന്നെ രൂപപ്പെടുത്തേണ്ടി വന്നു. ഇന്ന് മനുഷ്യർ ഏതെല്ലാം തരത്തിലുള്ള വസ്ത്രങ്ങളാണ് ഉപയോഗിക്കുന്നത്? എന്തൊക്കെ തരത്തിലുള്ള വസ്ത്രങ്ങളാണ് ഉപയോഗിക്കുന്നത്? വസ്ത്രം നമുക്ക് എങ്ങനെയെല്ലാം പ്രയോജനപ്പെടുന്നു? കൂടുതൽ കാര്യങ്ങൾ ഉൾപ്പെടുത്തി പട്ടിക പൂർത്തിയാക്കുക. തണുപ്പിൽ നിന്ന് സംരക്ഷണം നൽകുന്നുണ്ട് അല്ലെ വസ്ത്രം. ചൂടിൽ നിന്ന് സംരക്ഷണം നൽകുന്നുണ്ട്. പിന്നെ ശരീരത്തിലെ ചൂട് നിലനിർത്തുന്നുണ്ട്. പ്രാണികളിൽ നിന്ന് സംരക്ഷണം ലഭിക്കുന്നുണ്ട് അല്ലേ. പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന വസ്ത്രത്തിന് ദീർഘകാലത്തെ ചരിത്രമുണ്ട്. ഇന്ന് ഉപയോഗിക്കുന്ന വൈവിധ്യമാർന്ന വസ്ത്രങ്ങളുടെ രൂപകൽപ്പനയിലേക്ക് നമ്മൾ എത്തിച്ചേർന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ഒറ്റയടിക്ക് തന്നെ നമ്മൾ ഇപ്പോൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സിലേക്ക് എത്തിയതാണോ? ജീൻസ്, കോട്ട്, പിന്നെ ചുരിദാറുകൾ അതുപോലെ എന്താണ് ഒറ്റയടിക്ക് കൊണ്ട് ഉണ്ടായതാണോ? അല്ല അല്ലേ. പല വൈവിധ്യമാർന്ന വസ്ത്രങ്ങളുടെ രൂപകൽപ്പനയിലേക്ക് എന്താണ് ഇന്ന് ഉപയോഗിക്കുന്ന ഈ വസ്ത്രങ്ങളുടെ രൂപകൽപ്പനയിലേക്ക് നമ്മൾ എത്തിച്ചേർന്ന എന്താണ്? അതിനൊരു ചരിത്രമുണ്ട് അല്ലേ. നോക്കൂ, ചിത്രങ്ങൾ നിരീക്ഷിക്കൂ. കണ്ടോ, പണ്ടുള്ള ആൾക്കാർ ഉപയോഗിച്ചിരുന്ന ഡ്രസ്സുകളായിരുന്നു അല്ലേ. ഏതെല്ലാം വസ്തുക്കളാണ് ആദിമ മനുഷ്യർ വസ്ത്രമായി ഉപയോഗിച്ചിരുന്നത്? എല്ലാ പിന്നെ എന്താണ് മൃഗങ്ങള് മേൽക്കുപ്പ ഇതില്ലേ, രോമം, പിന്നെ എന്തൊക്കെയാണ് എന്താ മരങ്ങളെ പുറന്തോട് അല്ലേ, അതൊക്കെ വെച്ചത് മരവുരി അല്ലേ. മരവുരി, പിന്നെന്താണ് ഇലകള്, പിന്നെ രോമക്കുപ്പായ അല്ലേ. വേട്ടയാടി ജീവിച്ചിരുന്ന കാലത്ത് സ്വന്തം ചുറ്റുപാടുകളിൽ നിന്ന് ലഭിച്ച വസ്തുക്കളായിരുന്നു മനുഷ്യർ വസ്ത്രമാക്കി ഉപയോഗിച്ചിരുന്നത്. എന്താണ്? വേട്ടയാടി ജീവിച്ചിരുന്ന കാലത്ത് എന്താണ്? സ്വന്തം ചുറ്റുപാടുകളിൽ നിന്ന് ലഭിച്ച വസ്തുക്കളായിരുന്നു എന്ത്? മനുഷ്യർ വസ്ത്രമാക്കി ഉപയോഗിച്ചിരുന്നത്. പുല്ല്, ഇലകൾ, മരവുരി അല്ലെ. പിന്നെ അതുപോലെ മൃഗങ്ങളുടെ തോല് എന്നിവ ഉപയോഗിച്ച് വസ്ത്രങ്ങൾ ഉണ്ടാക്കി. മൃഗങ്ങളുടെ കൊമ്പ്, എല്ല് എന്നിവ സൂചികകളാക്കി വസ്ത്രനിർമ്മാണത്തിന് ഉപകരണങ്ങളാക്കി അല്ലെ. എന്താണ്? മൃഗങ്ങളുടെ എല്ലോ പിന്നെന്താണ് സൂചിയാക്കി. എന്താണ്? മൃഗങ്ങളുടെ കൊമ്പും അതുപോലെ എല്ലൊക്കെ എന്താക്കി സൂചികളാക്കി മാറ്റിയിട്ട് വസ്ത്രനിർമ്മാണം അവര് എന്താക്കി അതിനുള്ള ഉപകരണമാക്കി അല്ലെ. മിനുസപ്പെടുത്തിയ കല്ലുകളെ ആയുധങ്ങളാക്കി ഉപയോഗിച്ചിരുന്ന കാലഘട്ടത്തിൽ വസ്ത്രങ്ങൾ തുന്നുന്നതിന് കൽസൂചി സഹായിച്ചു. എന്താണ് കുറെ കാലഘട്ടമൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ. അപ്പോൾ അന്നത്തെ എന്താണ് അന്ന് പറയുന്നത് എന്താണ്? പണ്ട് മിനുസപ്പെടുത്തിയ കല്ലുകളെ ആയുധങ്ങളാക്കി ഉപയോഗിച്ചിരുന്ന കാലഘട്ടത്തിൽ എന്താണ് വസ്ത്രങ്ങൾ തുന്നുന്നതിന് എന്താണ് കൽസൂചി സഹായിച്ചു അല്ലെ. മൃഗങ്ങളുടെ തോല്, രോമം എന്നിവ വൃത്തിയാക്കിയും മയപ്പെടുത്തിയും അവർ വസ്ത്രമാക്കിയിരുന്നു അല്ലെ. മൃഗങ്ങളുടെ തോല്, രോമം എന്നിവ എന്താണ് വൃത്തിയാക്കിയിട്ട് മയപ്പെടുത്തിയിട്ട് എന്താണ് അവർ വസ്ത്രമാക്കിയിരുന്നു. ആദിമ മനുഷ്യരുടെ വസ്ത്രനിർമ്മാണം ഇന്നത്തേതുപോലെ ആയിരുന്നില്ല. എന്തായിരിക്കും കാരണം? അന്ന് അങ്ങനത്തെ ഉപകരണം ഇതൊന്നും ഇല്ല അല്ലെ. അവരുള്ളത് വെച്ചിട്ട് എന്താണ് അവര് ഡ്രസ്സ് ഇട്ടതാണ് അല്ലെ. നെയ്ത്ത് വിദ്യ ഒന്നും അന്ന് പഠിച്ചിട്ടില്ലല്ലോ അല്ലെ. നെയ്ത്ത് വിദ്യയിലേക്ക് ഇങ്ങനെ നോക്കുക. ചുറ്റുപാടുകളിൽ നിന്ന് ശേഖരിച്ച നാരുകളാണ് എന്ത് ആദ്യകാലങ്ങളിൽ വസ്ത്രനിർമ്മാണത്തിനായി ഉപയോഗിച്ചത് അല്ലെ. ചുറ്റുപാടുകളിൽ നിന്ന് ശേഖരിച്ച നാരുകളാണെന്ത് ആദ്യകാലങ്ങളിൽ വസ്ത്രനിർമ്മാണത്തിനായി ഉപയോഗിച്ചത്. നാരുകൾ കൂട്ടിച്ചേർത്ത് പിരിച്ച് നീളമുള്ള നൂലുകളാക്കി. എന്താണ്? നാരുകൾ കൂട്ടിച്ചേർത്ത് പിരിച്ചെന്താക്കി നീളമുള്ള നൂലുകളാക്കി. ഇത്തരത്തിലുള്ള നൂല് ഉപയോഗിച്ച് തുണി ഉണ്ടാക്കുന്ന വിദ്യയാണ് എന്ത് നെയ്ത്ത് എന്ന് പറയുന്നത് കേട്ടോ.
നാരുകൾ കൂട്ടിച്ചേർത്ത് പിരിച്ച് നീളമുള്ള നൂലുകളാക്കി ഇത്തരത്തിലുള്ള നൂല് ഉപയോഗിച്ച് തുണി ഉണ്ടാക്കുന്ന വിദ്യയാണെന്ത്? നെയ്ത്ത്. ഓക്കെ, നമ്മൾ നൂല് കാണുന്നില്ല, നൂല് തന്നെ അല്ലെ, ഉപയോഗിച്ച് വിദ്യ എന്താ തുണി ഉണ്ടാക്കുന്ന രീതിയാണെന്ത്? നെയ്ത്ത് എന്ന് പറയുന്നത് അല്ലെ. സിന്ധു നദീതടത്തിലെ വസ്ത്രങ്ങൾ. എന്താണ് സിന്ധു നദീതടത്തിലെ വസ്ത്രം? ഇന്ത്യയിലെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നിലനിന്നിരുന്ന പ്രാചീന നദീതട സംസ്കാരമാണിത് സിന്ധു നദീതട സംസ്കാരം. സിന്ധു ജനത പരുത്തിയും കമ്പിളി വസ്ത്രങ്ങളും നിർമ്മിച്ചിരുന്നതായി ലഭ്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അനുമാനിക്കാവുന്നതാണ് അല്ലെ. എന്താണ് സിന്ധു നദീതട സംസ്കാരം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നിലനിന്നിരുന്ന പ്രാചീന നദീതട സംസ്കാരമാണെന്ത്? സിന്ധു നദീതട സംസ്കാരം. സിന്ധു ജനത പരുത്തിയും കമ്പിളി വസ്ത്രങ്ങളും നിർമ്മിച്ചിരുന്നതായി നമുക്ക് എന്താണ് ലഭ്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അനുമാനിക്കാവുന്നതാണ്. അവിടെ നിന്ന് ലഭിച്ച കുപ്പായം അണിഞ്ഞ പ്രതിമകൾ അവിടുത്തെ ജനതയുടെ വസ്ത്രധാരണ രീതിയെ പ്രതിഫലിപ്പിക്കുന്നു. അവിടെ കുപ്പായം അണിഞ്ഞ എന്താണ് പ്രതിമകളൊക്കെ ലഭിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ എന്താണ് അവിടുത്തെ ജനതയുടെ വസ്ത്രധാരണ രീതിയെ അത് പ്രതിഫലിക്കുന്നുണ്ട്. പരുത്തി ഇവിടെ നിന്നും മറ്റ് ദേശങ്ങളിലേക്ക് കൊണ്ടുപോയിരുന്നതായി കരുതുന്നുണ്ട്. ഇവിടുന്ന് ഈ സിന്ധു നദീതട അവിടുന്ന് എന്താണ് പരുത്തി എന്താണ് മറ്റ് ദേശങ്ങളിലേക്കൊക്കെ കൊണ്ടുപോയിരുന്നതായി കരുതുന്നുണ്ട് അല്ലെ. കാലക്രമേണ തുണി നെയ്തെടുക്കുന്ന വിദ്യ കൂടുതൽ വികാസം പ്രാപിച്ചു. ആദ്യകാലത്ത് പരുത്തിയിൽ നിന്നും ചണത്തിൽ നിന്നും നിർമ്മിച്ച നൂൽ ഉപയോഗിച്ച് കൈകൾ കൊണ്ട് മാത്രമാണ് തുണി നിർമ്മിച്ചിരുന്നത് അല്ലെ. ആദ്യം എന്താണ് പരുത്തിയിൽ നിന്നും ചണത്തിൽ നിന്നൊക്കെ നിർമ്മിച്ച നൂൽ ഉപയോഗിച്ചായിരുന്നത് കൈകൾ കൊണ്ട് മാത്രമാണ് തുണി നിർമ്മിച്ചിരുന്നത്. മൃഗങ്ങളുടെ തോലിനേക്കാൾ മെച്ചപ്പെട്ടതാണ് നൂൽ കൊണ്ട് നെയ്തെടുത്ത തുണികൾ എന്ന തിരിച്ചറിവ് നെയ്ത്ത് വസ്ത്രങ്ങളുടെ വ്യാപനത്തിന് ഇടയാക്കി. മരം കൊണ്ട് നിർമ്മിച്ച തറികൾ ഉപയോഗിച്ച് തുണി നിർമ്മിക്കുന്ന രീതി പിന്നീട് വികാസം പ്രാപിച്ചു. പിന്നെയുള്ള നെയ്തുന്ന തറികളൊക്കെ എന്താക്കി? ഈ മരം കൊണ്ട് നിർമ്മിച്ച തറികൾ ഉപയോഗിച്ച് അവരെന്താക്കി? തുണി ഉണ്ടാക്കുന്ന രീതിയൊക്കെ പിന്നീട് വന്നു അല്ലെ. മനുഷ്യരുടെ വസ്ത്രാവശ്യം വർദ്ധിച്ചത് നെയ്ത്ത് ഉപകരണങ്ങളുടെ കണ്ടുപിടുത്തത്തിന് വഴിതെളിച്ചു അല്ലെ. മനുഷ്യരുടെ വസ്ത്രാവശ്യം വർദ്ധിച്ചത് എന്താണ്? നെയ്ത്ത് ഉപകരണങ്ങളുടെ കണ്ടുപിടുത്തത്തിന് വഴിതെളിച്ചു. ഇത് നെയ്ത്ത് വേഗത്തിലാക്കാൻ സഹായിച്ചു. നൂൽ ഉപയോഗിച്ച് കൈത്തറിയിൽ നെയ്യുന്ന തുണികളാണെന്ത്? കൈത്തറി തുണികൾ അല്ലെ. നൂൽ ഉപയോഗിച്ച് കൈത്തറിയിൽ നെയ്യുന്ന തുണികളാണെന്ത്? കൈത്തറി തുണികൾ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് മനുഷ്യരുടെ വസ്ത്രാവശ്യം വർദ്ധിച്ചപ്പോ എന്തായി? ഈ നെയ്ത്ത് ഉപകരണങ്ങളുടെ കണ്ടുപിടുത്തത്തിന് വഴിതെളിച്ചു അല്ലെ. അപ്പൊ ഈ നെയ്ത്ത് വേഗത്തിലാക്കാൻ എന്താക്കി? സഹായിച്ചു. വേഗം ഡ്രസ്സൊക്കെ അടിക്കാനൊക്കെ വേഗം സഹായിച്ചു അല്ലെ. നൂല് ഉപയോഗിച്ച് കൈത്തറിയിൽ നെയ്യുന്ന തുണികളാണെന്ത്? കൈത്തറി തുണികൾ. ഓക്കെ, ദെൻ കണ്ടോ ആദ്യകാല നൂൽപ്പ് യന്ത്രമായിരുന്നത്. പിന്നെ കൈത്തറി ഇത് അല്ലെ. കൈത്തറിയുടെ കണ്ടുപിടുത്തം വസ്ത്രനിർമ്മാണ രംഗത്ത് മുന്നേറ്റം ഉണ്ടാക്കി. നീലം ഇൻഡിഗോ ചെടിയിൽ നിന്നുണ്ടാക്കിയ ചായം കൊണ്ട് വസ്ത്രങ്ങൾക്ക് നിറം നൽകി. നീലം ചെടിയിൽ നിന്ന് ഉണ്ടാക്കിയ വസ്ത്രം കൊണ്ട് ചായം കൊണ്ട് എന്തായി? വസ്ത്രങ്ങൾക്ക് കളറൊക്കെ കൊടുത്തു അല്ലെ. കാലക്രമേണ തുണി നെയ്യുന്ന വിദ്യ കൂടുതൽ പ്രചാരത്തിലായി. അങ്ങനെ കുറെ കാലം ഇങ്ങനെ ശേഷം എന്തായി? ഈ തുണി നെയ്യുന്ന വിദ്യ എന്തായി? കൂടുതൽ പ്രചാരത്തിലായി അല്ലെ. ഇനി പരുത്തി കോട്ടൺ ആണ് അല്ലെ. അത് ലോകവ്യാപകമായി വസ്ത്രങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വസ്തുവാണെന്ത്? പരുത്തി. പരുത്തി ചെടിയിൽ നിന്ന് ലഭിക്കുന്ന പഞ്ഞി അല്ലെ. പരുത്തി ചെടിയിൽ നിന്ന് ലഭിക്കുന്ന പഞ്ഞി എന്താക്കി? നൂലാക്കിയാണെന്ത്? വസ്ത്രനിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത്. പ്രാചീന കാലം മുതൽ ഇന്ത്യയിൽ പരുത്തി കൃഷി ചെയ്തിരുന്നു അല്ലെ. പണ്ട് മുതലേ ഇന്ത്യയിൽ പരുത്തി കൃഷി ചെയ്തിരുന്നു. ഈ ചണം നോക്കൂ, ജൂട്ട് അല്ലെ. ചണച്ചെടിയിൽ നിന്നാണ് ചണം ഉൽപ്പാദിപ്പിക്കുന്നത്. ഒരു പ്രകൃതിദത്ത നാരാണെന്ത്? ചണം എന്ന് പറയുന്നത് അല്ലെ. ലോകത്ത് ചണം കൃഷിയുടെ ഭൂരിഭാഗവും ഇന്ത്യയിലെ ഫലഭൂയിഷ്ഠമായ ഗംഗാ തീരത്താണ് ഉള്ളത്. ഈ ചണം എന്ന് പറയുന്നത് അല്ലെ. വിദേശികൾ തുണി വ്യവസായത്തിനായി ഇന്ത്യയിൽ നിന്ന് ധാരാളമായി ചണം കൊണ്ടുപോയിരുന്നു. ചണം കൊണ്ട് അല്ലെ നൂലാക്കുന്ന രീതി. നീലം ചെടി ഇൻഡിഗോ അല്ലെ. ആദ്യകാലങ്ങളിൽ വസ്ത്രങ്ങൾക്ക് നിറം കൊടുക്കാൻ നീലം ചെടിയിൽ നിന്നുണ്ടാകുന്ന ചായം ഉപയോഗിച്ചിരുന്നു. ആദ്യകാലങ്ങളിൽ വസ്ത്രങ്ങൾക്കൊക്കെ നിറം കൊടുക്കാൻ നീലം ചെടിയിൽ ഉണ്ടാകുന്ന ചായം ഉപയോഗിച്ചിരുന്നു. പിന്നീട് നീലത്തിൽ വിവിധ കൂട്ടുകൾ ചേർത്താണ് വ്യത്യസ്തങ്ങളായ നിറങ്ങൾ ഉണ്ടാക്കിയിരുന്നത് അല്ലെ. പിന്നീട് നീലത്തിൽ വിവിധ കൂട്ടുകൾ ചേർത്താണ് വ്യത്യസ്തങ്ങളായ നിറങ്ങൾ ഉണ്ടാക്കിയിരുന്നത്. നമ്മുടെ നാട്ടിൽ നിരവധി കൈത്തറി കേന്ദ്രങ്ങളുണ്ട് അല്ലെ. നമ്മുടെ നാട്ടിൽ നിരവധി കൈത്തറി കേന്ദ്രങ്ങളുണ്ട്. കണ്ണൂർ, തിരുവനന്തപുരം ജില്ലയിലെ ബാലരാമപുരം, തൃശ്ശൂർ ജില്ലയിലെ കൂത്താമ്പുള്ളി എന്നിവ പ്രധാന കൈത്തറി കേന്ദ്രങ്ങളാണ് അല്ലെ. അപ്പൊ കേരളത്തിലെ കൈത്തറി കേന്ദ്രങ്ങൾ ഏതാണ്? കണ്ണൂരും തിരുവനന്തപുരം ജില്ലയിലെ ബാലരാമപുരവും തൃശ്ശൂർ ജില്ലയിലെ കൂത്താമ്പുള്ളി എന്നിവയൊക്കെയാണ് കൈത്തറി കേന്ദ്രങ്ങൾ അല്ലെ. കൈത്തറി വസ്ത്രങ്ങൾ അതൊക്കെ അല്ലെ.
ശാസ്ത്ര പുരോഗതി വസ്ത്രനിർമ്മാണ രംഗത്ത് പുതിയ യന്ത്രങ്ങളുടെ കണ്ടുപിടുത്തത്തിന് കാരണമായി. ചിത്രത്തിൽ കാണുന്ന സ്പിന്നിങ് ജെന്നി അത്തരത്തിലൊന്നാണ്. ഈ ശാസ്ത്ര പുരോഗതി എന്താക്കി? ഈ വസ്ത്രനിർമ്മാണ രംഗത്ത് പുതിയ യന്ത്രങ്ങളുടെ കണ്ടുപിടുത്തത്തിനൊക്കെ കാരണമായി അല്ലെ. അപ്പൊ ചിത്രത്തിൽ കാണുന്ന സ്പിന്നിങ് ജെന്നി എന്ന് പറയാം അല്ലെ. അതെന്താണ്? അത്തരത്തിലൊന്നാണ് അല്ലെ. എന്താണ് സ്പിന്നിങ് ജെന്നി? ജെയിംസ് ഹാർഗ്രീവ്സ് ആണ് സ്പിന്നിങ് ജെന്നി കണ്ടുപിടിച്ചത്. കൈകൊണ്ടുള്ള നൂൽ ഉൽപാദനം അക്കാലത്ത് വസ്ത്ര വ്യവസായ ആവശ്യത്തിന് തികയുമായിരുന്നില്ല. സ്പിന്നിങ് ജെന്നിയുടെ കണ്ടുപിടുത്തം നൂൽ ഉൽപാദനം വേഗത്തിലാക്കി. എന്താണ്? കൈകൊണ്ടുള്ള നൂൽ എന്താണ് ഉൽപാദനം അക്കാലത്തെ വസ്ത്ര വ്യവസായ ആവശ്യത്തിന് തികയുമായിരുന്നില്ല. അപ്പൊ എന്താക്കി? സ്പിന്നിങ് ജെന്നിയുടെ കണ്ടുപിടുത്തം എന്താ? നൂൽ ഉൽപാദനം വേഗത്തിലാക്കി. അപ്പൊ നൂൽ ഉൽപ്പാദിപ്പിക്കുന്നതാണ് എന്ത്? സ്പിന്നിങ് ജെന്നി എന്ന് പറയുന്നത് അല്ലെ. ആണോ? നൂല് ഉണ്ടാക്കുന്നത് അല്ലെ. കൈകൊണ്ടുള്ള നൂൽ ഉൽപാദനം എന്താണ്? അക്കാലത്ത് വസ്ത്ര വ്യവസായ ആവശ്യത്തിന് തികയുമായിരുന്നില്ല. അപ്പം എന്താക്കി? സ്പിന്നിങ് ജെന്നിയുടെ കണ്ടുപിടുത്തം എന്താക്കി? നൂലുൽപാദനം വേഗത്തിലാക്കി. ജനസംഖ്യയിലെ വർധനവ് വസ്ത്രത്തിന്റെ ആവശ്യകത വർദ്ധിപ്പിച്ചു അല്ലെ. ജനസംഖ്യയിലെ വർധനവ് എന്താ? വസ്ത്രത്തിന്റെ ആവശ്യകത വർദ്ധിപ്പിച്ചു. പുതിയ യന്ത്രങ്ങൾ നെയ്ത്ത് വിദ്യയുടെ ഭാഗമായി. അവ മനുഷ്യ പ്രയത്നം കുറച്ചു അല്ലെ. എന്താണ്? പുതിയ യന്ത്രങ്ങൾ എന്താണ്? ഇതിന്റെ നെയ്ത്ത് വിദ്യയുടെ ഒരു ഭാഗമായി അല്ലെ. അപ്പൊ മനുഷ്യന്റെ പ്രയത്നം എന്താക്കി? കുറച്ച് അല്ലെ. മനുഷ്യൻ ബുദ്ധിമുട്ടുന്നത് എന്തായി? അതൊക്കെ കുറഞ്ഞു വന്നു അല്ലെ. കൈത്തറിയുടെ സ്ഥാനത്ത് എന്താണ്? യന്ത്രത്തറി വന്നു അല്ലെ. ഇനി യന്ത്രത്തറി നോക്കിയേ. പവർലൂം അല്ലെ. എഡ്മണ്ട് കാർട്രൈറ്റ് ആണ് യന്ത്രത്തറി കണ്ടുപിടിച്ചത്. വൈദ്യുതിയുടെയോ മറ്റേതെങ്കിലും ഊർജ്ജ സ്രോതസ്സിന്റെയോ സഹായത്താലാണിത് ഈ യന്ത്രത്തറി പ്രവർത്തിപ്പിക്കുന്നത് അല്ലെ. അത് കറണ്ട് വേണം അല്ലെ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എന്താണ് ഊർജ്ജ സ്രോതസ് വേണം, എന്നാലേ ഈ കൈത്തറി പ്രവർത്തിപ്പിക്കുള്ളൂ. കയ്യിലോട് ഇല്ല അല്ലെ. കൈത്തറിയേക്കാൾ വളരെ വേഗത്തിൽ കൂടുതൽ തുണി ഉൽപ്പാദിപ്പിക്കാൻ യന്ത്രത്തറിക്ക് കഴിയും അല്ലെ. കൈത്തറിയേക്കാൾ വളരെ വേഗത്തിൽ എന്താണ്? കൂടുതൽ തുണി ഉൽപ്പാദിപ്പിക്കാൻ എന്താണ്? ഈ യന്ത്രത്തറിക്ക് കഴിയും. കണ്ടോ? ചിത്രത്തിൽ കണ്ടില്ലേ? യന്ത്രവൽകൃത വസ്ത്ര നിർമ്മാണമാണ് അല്ലെ. യന്ത്രവൽക്കരണത്തിന്റെ ഫലമായി കൂടുതലായി ഉൽപ്പാദിപ്പിച്ച തുണികൾ വിറ്റഴിക്കാൻ കമ്പോളങ്ങൾ തേടി യൂറോപ്യർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സഞ്ചരിച്ചു. കൂട്ടത്തിൽ അവർ ഇന്ത്യയിലും എത്തി. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഈ യന്ത്രവൽക്കരണത്തിന്റെ ഫലമായി കൂടുതൽ ഉൽപ്പാദിപ്പിച്ച തുണികളെ വിറ്റഴിക്കാൻ എന്തായി? കമ്പോളങ്ങൾ തേടി യൂറോപ്യർ എന്താക്കി? ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സഞ്ചരിച്ചു അല്ലെ. കൂട്ടത്തിൽ അവരെന്താക്കി? ഇന്ത്യയിലും എത്തി അല്ലെ. തുണി വ്യവസായത്തിന് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ഇന്ത്യയിൽ നിന്ന് അവർ യൂറോപ്പിലേക്കും കൊണ്ടുപോയി അല്ലെ. തുണി വ്യവസായത്തിന് ആവശ്യമായ വസ്തുക്കളൊക്കെ എന്താക്കി? ഇന്ത്യയിൽ നിന്ന് അവർ യൂറോപ്പിലേക്ക് കൊണ്ടുപോയി. യന്ത്രങ്ങളുടെ സഹായത്തോടെ അവിടെ ഉൽപ്പാദിപ്പിച്ച തുണികൾ ഇന്ത്യയിൽ എത്തിച്ച് അവർ വിറ്റഴിച്ചു. അവർ ഇവിടുന്ന് ഉൽപ്പാദനം ഇത് കൊണ്ടുപോയി, ആ വസ്തുക്കളൊക്കെ കൊണ്ടുപോയി അവിടെ നിന്ന് എന്താക്കി? യന്ത്രങ്ങളുടെ സഹായത്തോടെ അവിടെ ഉണ്ടാക്കിയ തുണികളൊക്കെ എന്താക്കി? ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിട്ട് വിറ്റു അല്ലെ. യൂറോപ്യർ. ഭൂമിയിലെ 7 വൻ കരകളിൽ ഒന്നാണിത് യൂറോപ്പ്. എന്താണ്? ഭൂമിയിലെ 7 വൻ കരകളിൽ ഒന്നാണ് യൂറോപ്പ്. ഈ വൻ കരയിലുള്ള എന്താണ്? ജനതയെയാണ് യൂറോപ്യർ എന്ന് വിളിക്കുന്നത്. എന്താണ്? ഭൂമിയിലെ 7 വൻ കരകളിൽ ഒന്നാണ് യൂറോപ്പ്. ഈ വൻകരയിലുള്ള ഈ ജനതയാണിത് യൂറോപ്യർ എന്ന് വിളിക്കുന്നത്. യൂറോപ്പിലുള്ള ആൾക്കാരെയാണിത് യൂറോപ്യർ എന്ന് വിളിക്കുന്നത് അല്ലെ. യൂറോപ്പിൽ നിന്നും കച്ചവടത്തിനായി ഇന്ത്യയിൽ എത്തിയവരാണ് പോർച്ചുഗീസുകാർ അല്ലെ. യൂറോപ്പിൽ നിന്ന് കച്ചവടത്തിനായി ഇന്ത്യയിൽ എത്തിയവരാണ് ഈ പോർച്ചുഗീസുകാർ അല്ലെ. പോർച്ചുഗൽ, ഡച്ചുകാർ നെതർലാൻഡിലുള്ളതാണ് അല്ലെ. ഇംഗ്ലീഷുകാർ ഇംഗ്ലണ്ട്, ഫ്രഞ്ചുകാർ ഫ്രാൻസ് എന്നിവർ ഇന്ത്യയെ കോളനിയാക്കി മാറ്റിയ അവർ ഇവിടെ നിന്നുള്ള അസംസ്കൃത വസ്തുക്കൾ അവരുടെ ദേശങ്ങളിലേക്ക് കൊണ്ടുപോയി. ഇക്കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയെ കോളനിയാക്കി വെച്ചിരുന്നത് ഇംഗ്ലീഷുകാരായിരുന്നു. ഓക്കെ, അപ്പൊ ഇവരൊക്കെ എന്താണ്? ഇന്ത്യയിലേക്ക് വന്നില്ലേ, ഇന്ത്യയെ കോളനിയാക്കി മാറ്റി അവരെന്താക്കി? ഇവിടെ നിന്ന് ഈ അസംസ്കൃത വസ്തുക്കളൊക്കെ അവരുടെ ദേശങ്ങളിലേക്ക് കൊണ്ടുപോയി. ഇക്കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയെ കോളനിയാക്കി വെച്ചിരുന്ന ആരാ? ഇംഗ്ലീഷുകാരാണ് അല്ലെ. സമൂഹത്തിൽ വന്ന മാറ്റങ്ങളും പിന്നെ വസ്ത്രനിർമ്മാണത്തെ കാര്യമായി സ്വാധീനിച്ചില്ലേ. വസ്ത്രങ്ങളുടെ ആവശ്യകതയിൽ ഉണ്ടായ വർധനവ് കൂടുതൽ നവീനമായ നെയ്ത്ത് യന്ത്രങ്ങളുടെ വികാസത്തിന് വഴിതെളിച്ചു. യന്ത്രങ്ങളുടെ സഹായത്തോടെ ഉൽപാദനം വർദ്ധിച്ചു. ഗുണമേന്മയുള്ളതും വൈവിധ്യമാർന്നതുമായ വസ്ത്രങ്ങൾ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തി. വസ്ത്രങ്ങൾക്ക് നിറം നൽകാൻ കൃത്രിമ ചായങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി അല്ലെ. അപ്പൊ എന്താ അവിടെ പറഞ്ഞത്? സമൂഹത്തിൽ വന്ന മാറ്റങ്ങളും വസ്ത്രനിർമ്മാണത്തെ കാര്യമായി സ്വാധീനിച്ചിട്ടുണ്ട് അല്ലെ. വസ്ത്രങ്ങളുടെ ആവശ്യകതയിൽ ഉണ്ടായ വർധനവ് എന്താക്കി? കൂടുതൽ നവീനമായ നെയ്ത്ത് യന്ത്രങ്ങളുടെ വികാസത്തിന് വഴിതെളിച്ചു. യന്ത്രങ്ങളുടെ സഹായത്തോടെ ഉൽപാദനം എന്താക്കി? വർദ്ധിച്ചു. യന്ത്രങ്ങൾ ഉണ്ടായതുകൊണ്ട് കൂടുതൽ ഉൽപാദനം ഉണ്ടാക്കി അല്ലെ. ഗുണമേന്മയുള്ളതും വൈവിധ്യമാർന്നതുമായ വസ്ത്രങ്ങൾ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തി. വസ്ത്രങ്ങൾക്ക് നിറം നൽകാൻ എന്താക്കി? കൃത്രിമ ചായങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി അല്ലെ. കണ്ട, വൈവിധ്യമാർന്ന വസ്ത്രങ്ങളും തുണികളൊക്കെ
നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ഭൂരിഭാഗം വസ്ത്രങ്ങളിലും എന്താണ് കാണുന്ന വർണ്ണ വൈവിധ്യം ഇത്തരത്തിലുള്ള ചായങ്ങൾ ചേർത്ത് ഉണ്ടാക്കുന്നതാണ്. യന്ത്രങ്ങൾ ഉപയോഗിച്ച് വസ്ത്രങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങിയതോടെ ആ രംഗത്തുണ്ടായ ഗുണപരമായ മാറ്റങ്ങൾ ശ്രദ്ധിക്കുക. യന്ത്രങ്ങളുടെ ഉപയോഗം വസ്ത്രനിർമ്മാണത്തിൽ വരുത്തിയ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? വസ്ത്ര ഉൽപാദനത്തിലെ വർധനവ്, മനുഷ്യരുടെ അധ്വാന ഭാരത്തിലെ കുറവ്, വസ്ത്രങ്ങളിലെ വൈവിധ്യം, ഗുണമേന്മയുള്ള വസ്ത്രങ്ങളുടെ വ്യാപനം അല്ലെ. യന്ത്രങ്ങളുടെ ഉപയോഗം വസ്ത്രനിർമ്മാണത്തിൽ വരുത്തിയ മാറ്റങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, വസ്ത്രനിർമ്മാണത്തിന് പ്രകൃതിദത്ത നാരുകളും കൃത്രിമ നാരുകളും ഉപയോഗിക്കുന്നുണ്ട്. ജന്തുക്കളിൽ നിന്നും സസ്യങ്ങളിൽ നിന്നുമാണ് പ്രകൃതിദത്ത നാരുകൾ ഉൽപ്പാദിപ്പിക്കുന്നത്. കൃത്രിമ നാരുകളുടെ കണ്ടുപിടുത്തം വ്യത്യസ്ത ഘടനയും ഗുണമേന്മയുമുള്ള തുണിത്തരങ്ങളുടെ നിർമ്മാണത്തിലേക്ക് വഴിതെളിച്ചു. പോളിസ്റ്റർ, നൈലോൺ തുടങ്ങിയ കൃത്രിമ നാരുകളുടെ ഉപയോഗം കൂടുതൽ ഈട് നിൽക്കുന്നതും ചെലവ് കുറഞ്ഞതുമായ വസ്ത്രനിർമ്മാണത്തിന് സഹായിച്ചു. എന്താണ് ഇവിടെ പറയുന്നത്? ഈ വസ്ത്രനിർമ്മാണത്തിന് പ്രകൃതിദത്ത നാരുകളും കൃത്രിമ നാരുകളും ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. ജന്തുക്കളിൽ നിന്നും സസ്യങ്ങളിൽ നിന്നുമാണ് എന്ത് പ്രകൃതിദത്ത നാരുകൾ ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ കൃത്രിമ നാരുകളുടെ കണ്ടുപിടുത്തം വ്യത്യസ്ത ഘടനയും ഗുണമേന്മയുമുള്ള തുണിത്തരങ്ങളുടെ നിർമ്മാണത്തിലേക്ക് വഴിതെളിച്ചു അല്ലെ. പോളിസ്റ്റർ, നൈലോൺ തുടങ്ങിയ കൃത്രിമ നാരുകളുടെ ഉപയോഗം കൂടുതൽ ഈട് നിൽക്കുന്നതും ചെലവ് കുറഞ്ഞതുമായ വസ്ത്രനിർമ്മാണത്തിന് സഹായിച്ചു. നോക്കൂ, വസ്ത്രനിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന നാരുകളാണ് എന്താണ്? ഏതൊക്കെയാണ് വസ്ത്രനിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന നാരുകൾ? പ്രകൃതിദത്ത നാരുകളുണ്ട്, കൃത്രിമ നാരുകളുണ്ട് അല്ലെ. ജന്തുക്കളിൽ നിന്നാണ് ഈ പ്രകൃതിദത്ത നാരുകൾ അല്ലെ. ഉദാഹരണം, ചെമ്മരിയാടിൽ നിന്ന് കമ്പിളി നാരും പട്ടുനൂൽ പുഴുവിൽ നിന്ന് പട്ടിന്റെ നാര് നിർമ്മിക്കുന്നു. സസ്യങ്ങളിൽ നിന്ന് ഉദാഹരണം പരുത്തി, ചണം ചെടികളിൽ നിന്ന് യഥാക്രമം പരുത്തി നാരും ചണം നാരും നിർമ്മിക്കുന്നുണ്ട് അല്ലെ. പ്രകൃതി നാരുകൾ ഇങ്ങനെയാണ് നിർമ്മിക്കുന്നത് അല്ലെ. ഇനി കൃത്രിമ നാരുകളോ? പെട്രോളിയം പോലുള്ള രാസവസ്തുക്കളിൽ നിന്നാണ് കൃത്രിമ നാരുകൾ ഉൽപ്പാദിപ്പിക്കുന്നത്. പ്രകൃതിദത്ത നാരുകളേക്കാൾ കൃത്രിമ നാരുകൾ ഉപയോഗിച്ചുള്ള തുണിത്തരങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് പൊതുവെ ചെലവ് കുറവാണ് അല്ലെ. പെട്ടെന്ന് ചുളിവുണ്ടാവില്ല എന്ന മേന്മയും ഇതിനുണ്ട്. ഉദാഹരണം, പോളിസ്റ്റർ, നൈലോൺ, റയോൺ എന്നിവ. എന്താണ്? പെട്രോളിയം പോലുള്ള രാസവസ്തുക്കളിൽ നിന്നാണ് കൃത്രിമ നാരുകൾ ഉൽപ്പാദിപ്പിക്കുന്നത്. പ്രകൃതിദത്ത നാരുകളേക്കാൾ കൃത്രിമ നാര് ഉപയോഗിച്ചുള്ള തുണിത്തരങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് പൊതുവെ ചെലവ് കുറവാണ്. പെട്ടെന്ന് ചുളിവുണ്ടാവില്ല എന്ന മേന്മയും ഇതിനുണ്ട്. ഉദാഹരണം, പോളിസ്റ്റർ, നൈലോണും റയോണൊക്കെ അല്ലെ. ദെൻ പ്രകൃതിജന്യ നാരുകൾ ഏതൊക്കെ ജീവികളിൽ നിന്ന് സസ്യങ്ങളിൽ നിന്നുമാണ് ഉൽപ്പാദിപ്പിക്കുന്നത് കണ്ടെത്തി പട്ടിക പൂർത്തിയാക്കാനാണ് പറയുന്നത്. കമ്പിളി എഴുതുന്നത് എഴുതുന്ന കമ്പിളി, പട്ടുനൂൽ പുഴു, പരുത്തിച്ചെടി, ചണം ചണംചെടി അല്ലെ. കമ്പിളി, ആട് അല്ലെ. എന്താണ്? ചെമ്മരിയാട് അല്ലെ. നിങ്ങളുടെ പ്രദേശത്തെ തുന്നൽക്കട സന്ദർശിച്ച് പായ്ത്തുണി കഷ്ണങ്ങൾ ശേഖരിക്കുക. പ്രകൃതിദത്ത നാരുകളും കൃത്രിമ നാരുകളും കൊണ്ടുണ്ടാക്കിയ തുണികൾ വേർതിരിച്ച് ചാർട്ടിൽ ഒട്ടിച്ച് ക്ലാസ്സിൽ പ്രദർശിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി വസ്ത്രങ്ങളിലെ വൈവിധ്യം. എന്താണ് വസ്ത്രങ്ങളിലെ വൈവിധ്യം? അത് ടീച്ചർ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഇതുവരെ എടുത്ത ഭാഗങ്ങളൊക്കെ നന്നായി മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു.